അപ്പോൾ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് നമുക്ക് ലോങ് വീഡിയോ ചെയ്താലോ? ഇന്ന് നല്ല നേരം വൈകിയാണ്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ ചിഞ്ചുവിന് മദ്രസക്ക് പോക്കൊക്കെ നേരം വൈകിയിട്ടുണ്ടാ പോയിക്കൊണ്ടത് അവള്. ഇന്നലക്കത് ചിഞ്ചുവിൻ്റെ ബാക്കി പാലുണ്ടായിരുന്നിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തട്ടി ഞാൻ ഒഴിവാക്കണ്ടല്ലോ കേടിരുന്നതാന്നൊക്കെ വിചാരിച്ച് ഞാനത് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാ. നല്ല കറാമ്പട്ടിയും കറാമ്പൂക്കെ ഇട്ട് നല്ല മസാല ചായ ആക്കി ഞാൻ കുടിച്ചിട്ടാ. എനിക്കിങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ പാല് കാച്ചിങ്ങാണ്ട്. എനിക്ക് ഇന്നലെ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കിടക്കിയിരുന്നിട്ട് എനിക്ക് തലവേദന ആയിട്ട്. അപ്പോൾ ചിഞ്ചുവിന് എന്താ കൊണ്ടുപോകാനുള്ളതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നിട്ടോ, എന്താ വേണ്ടിയതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നിട്ടോ. അപ്പോൾ ഇന്നലെ 33 വന്നപ്പോൾ ഒന്നും കൂടുന്നതുമില്ല. ആകെ ഒരു ക്രീം ബന്നും ബിസ്ക്കറ്റ് മാത്രമേ ഉൾക്ക് കൊടുത്തിട്ടുള്ളൂ സ്നാക്സ് വെച്ചിട്ടാ. അപ്പം ഞാൻ തട്ടി ഏതായാലും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ 2 ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉരുളൻകിഴങ്ങ് പൊരിച്ച് കൊടുക്കാമെന്നും സാദാ ചോറും കൊടുക്കാനാട്ടോ വിചാരിച്ചിട്ടുള്ളതെന്ന് ലഞ്ച് ബോക്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുക്കേണ്ട. അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങ് നല്ല കഴുകിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കെട്ട് നല്ലവണ്ണം തിരുമ്മിങ്ങാണ്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു പണി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോച്ചിന് വെള്ളം വെച്ചിരുന്നു, ചിഞ്ചുവിനെ കൊണ്ട് പോകുമാണല്ലോ. അപ്പോൾ ചോച്ചിന് വെള്ളം വെച്ചപ്പോൾ അതാ തീ പോലും ഞാൻ സഹകരിക്കണില്ല, തീ കിട്ടുങ്ങാണ്ട് നിൽക്കണ്ട, നല്ലതായിട്ട് കത്തണില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം തട്ടി കുക്കറിൽ ഇനി നേരമില്ല. അപ്പോൾ കുക്കറിൽ നമ്മൾ റേഷൻ പച്ചരി കൊണ്ട് ജസ്റ്റ് ഒന്ന് മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബിരിയാണി ആക്കിയിട്ട്. റേഷൻ അരി 2 പിടിയാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളിയാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറാണ്ടോ കുക്കറിൽ വെക്കണത്. അപ്പോൾ ഇതാ ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മളിതാ മറ്റേ അടുപ്പുമേൽ ചീഞ്ചട്ടി വെക്കണ്ട കേട്ടോ. അത് നമ്മൾ ഉരുളൻകിഴങ്ങ് പൊരിക്കാനാട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് പൊരിക്കാൻ നമ്മൾ ഓയിലാണ്ടോ ഒഴിച്ചെടുക്കണത്. പിന്നെ കുക്കറിൽ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കണത്. അപ്പോൾ ഓയിലിലേക്ക് ഇതാ നമ്മൾ ഉരുളൻകിഴങ്ങാണ് കേട്ടോ പൊരിക്കാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. 3 കറാമ്പൂവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താ വലിയുള്ളിയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കല്ലുപ്പ് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരി ചേർത്ത് കൊടുക്കട്ടോ. നല്ലോണം നമ്മൾ ഉള്ളി വഴറ്റിയതിന് ശേഷം കേട്ടോ അരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉരുളൻകിഴങ്ങ് ഇതാ നമ്മളൊന്ന് ഇടയിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 2 പിടി അരി എടുത്ത് അതിനനുസരിച്ച് വെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് റെഡി ആയിക്കോണ്ട. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണ്ട. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിക്കണ്ട. ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, നെയ്ച്ചോറ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ആ കോഴിമുട്ട ചിക്കി പൊരിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ആക്കും വേണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇത്തിരി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഗരം മസാല ഒക്കെ നമ്മൾ ഇത്തിരി ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം പാടെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ചിഞ്ചുവിന് കൊണ്ടുപോകാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി. ചോറിൻ്റെ കൂടെ കൊടുക്കുന്ന നമ്മൾ തൈരാണ്ടോ. അപ്പോൾ തൈര് ഞാൻ ഉള്ളി കെട്ടുങ്ങാണ്ട് മുളകിൻ്റെ ബദല് നമ്മൾ കുരുമുളകാണ്ടോ തൈരിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതാണ്ടോ കൊടുക്കണത്. അപ്പോൾ ഇതാണ്ടോ നമ്മൾ ചിഞ്ചുവിന് കൊടുത്തുവിടുന്ന മുട്ട ബിരിയാണി കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടോ ഉണ്ടാക്കാറ്. 9:20 മദ്രസ വിടട്ടോ. അപ്പോൾ ഈ 9:20 കഴിഞ്ഞിട്ടും 9:30 കഴിഞ്ഞിട്ടും ചിഞ്ചുവിനെ കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അവളെ തിരഞ്ഞങ്ങാണ്ട് റോഡിലേക്ക് ഇറങ്ങിയതാണ്. എത്രയായിട്ട് ആളെ കാണുന്നില്ല കേട്ടോ. കുറേ ഞാൻ അവിടെ പോസ്റ്റായി നിന്ന്.
പിന്നെ ഉണ്ടായിരുന്നു ഉമ്മച്ചിയെന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ആളെ വന്നിക്കണം കേട്ടോ, മദ്രസ ഇട്ടുകാണ്ട് അങ്ങേ ഭാഗത്ത് കൂടെ ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ യൂണിഫോമും ബുക്കും പേപ്പറൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഓളെ യൂണിഫോം ഒന്ന് ഇസ്തിരി ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഈ പോണ നേരത്തന്നെ ഞാൻ ഇസ്തിരിക്കിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓളെ വേഗം ഒരു ഭാഗത്ത് ഇരുത്തിച്ചങ്ങാണ്ട് വേഗം ഇസ്തിരി കെട്ട് കൊടുത്തങ്ങാണ്ട് ആളെടുപ്പിച്ചാൽ നിൽക്കേണ്ട. കൊണ്ടേ ആ കേട് എന്തേ നേരൊക്കെ നിൽക്കേ സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ചോറ് വാരി കൊടുക്കണ്ട. ചിഞ്ചു സ്കൂളിലേക്ക് പോയിട്ടാ. നമുക്ക് സ്കൂൾ പോണ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പോണ വരെ നമുക്കൊരു പെടച്ചിലായിരിക്കില്ലേ. അപ്പോൾ അവളങ്ങനെ എൻ്റെ സ്കൂളിലേക്ക് പോയിട്ടാ. അപ്പം നമുക്ക് ഇനി ചോറിലേക്ക് ഒരു കറി വേണമല്ലോ. അപ്പോൾ അതാ ഒരു ചേന കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കറി വെക്കണത്. ഇന്നാണ് എനിക്കൊന്ന് ബാങ്കിലേക്ക് പോകാണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകും വേണം. അതിൻ്റെ മുമ്പായിട്ട് എല്ലാ പണിയും ഫുള്ളും കഴിക്കും വേണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചേന ഉണ്ടോ കറി വെക്കണത്. അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ മോറി വെക്കാണ്ട് വരും. അപ്പോൾ ഒന്ന് മോറി വെക്കും വേണം. എനിക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരു പണി കഴിഞ്ഞ് എനിക്ക് അപ്പം തന്നെ അവിടെ വൃത്തിയാക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പൊറുതേടാണ്. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ട് മോറി വെച്ചപ്പേ ഇനി നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചേന. അപ്പോൾ ഞാനൊരു ഉള്ളി ഒരു മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തക്കാളി പുളിയൊന്നും ഇടൂല കേട്ടോ. അങ്ങനെ ഇടണ്ടെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്.
ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും ഒരു സംഭവം കഴിക്കൂലായിരുന്നു കേട്ടോ, ഒന്നും കഴിക്കൂലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു മീനിൻ്റെ വെള്ളം മതിയായിരുന്നു, വേറെ തേങ്ങ അരച്ച കറി കൂട്ടൂല, ഇങ്ങനത്തെ കറി ഒന്നും കൂട്ടൂലായിരുന്നു കേട്ടോ. ഇപ്പം നേരെ മറിച്ച് കല്യാണം ഉണ്ട് കഴിഞ്ഞ് പോയപ്പോൾ ഇനി ഒന്നും ഞാൻ കൂട്ടാത്ത ബാക്കിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നോ? അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടിയത് അത് പാർന്ന് കൊടുക്കട്ടോ. ഞാൻ കുറച്ചേ പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളെ കഴിക്കുള്ളൂ, അപ്പോൾ രണ്ടാൾക്കുള്ളത് ഇത്തിരി പാർന്ന് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചേനക്കറി റെഡി ആയി കണ്ടോ. ഇനി തൂമ്പിക്കാനാട്ടോ ഉള്ളത്. ഞാൻ കുളിക കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ തൂമ്പിക്കാൻ ഇരുന്നിട്ടുണ്ടോ. അപ്പോൾ ഉമ്മ തൂമ്പിക്കണ കണ്ടപ്പോൾ ഞാൻ ബാക്കോട്ട് ഇരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുടുംബശ്രീ പോയിട്ടാണ് ഇനി ബാങ്കിലേക്ക് പോകാൻ കേട്ടോ. അവിടുന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് നമുക്ക് ബാങ്കിൽ പോയി അടക്കാൻ. അപ്പം അങ്ങനെ വണ്ടിക്കാരൊക്കെ വന്ന് ഞങ്ങളൊക്കെ ബാങ്കിലെത്തി. ഞാൻ ബാങ്കിലേക്ക് എത്തി ക്യാഷ് അടിച്ചിട്ടാ. അപ്പോൾ വരുമ്പോൾ ബസ്സിനാണ്ട് പോകുന്നത്. അപ്പോൾ എത്രയായിട്ടും ബസ്സാണ്. കുറച്ച് നേരം വരെ ബസ്സൊക്കെ കാത്തുനിന്ന് ലാസ്റ്റ് ബസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഇറങ്ങിയതാ, നമ്മളെ റോഡിലൂടെ നടന്ന് പോവാണ്ട. നട്ടുച്ച നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ, നല്ല വിശപ്പുണ്ട് കേട്ടോ. പെരിയിലെത്തിയപ്പോൾ ഉമ്മ ചോറൊക്കെ ടബിന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. ഇനി അതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മക്കളെ, ഇതാണ്ട് നമ്മളെ കുഞ്ഞു വീഡിയോ ഇന്നത്തെ.